ഭൂമി തരമാറ്റം ഉൾപ്പെടെയുള്ള ജോലികൾക്കായി വില്ലേജ് ഓഫീസുകളിൽ ഉപയോഗിച്ച ടാക്സി കാറിന്റെ വാടക കുടിശ്ശികയാണ് കൊടുത്തു തീർക്കാനുള്ളത്. 2025 മാർച്ച് മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള കരാറിൽ 6 മാസത്തെ വാടകയാണ് കുടിശ്ശികയുള്ളത്. കോഴിക്കോട് ജില്ലയിൽ 12 കാർ ഉടമകൾക്കാണ് പണം ലഭിക്കാനുള്ളത്. വാടക കുടിശ്ശികയായതോടെ വലിയ പ്രതിസന്ധിയിലാണിവർ. 6 മാസം വാടക കിട്ടാണ്ട് 6 മാസം വാടക സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെ. അന്ന് കിട്ടും നാളെ കിട്ടും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഫയല് സെക്രട്ടറിയിലാണ്. അന്വേഷിച്ചപ്പോൾ പറയുന്നത് ആയില്ല, 4 സെക്രട്ടറിമാർ മീറ്റിംഗ് കൂടി ഒപ്പിടണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. വണ്ടിയുടെ അടവ് തെറ്റി കിടക്കുകയാണ്. വീടിൻ്റെ വാടക എല്ലാം കൂടി ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക്. ആവശ്യവുമായി ബന്ധപ്പെട്ടവരെ സമീപിക്കുമ്പോൾ സാങ്കേതിക തടസ്സമെന്നാണ് മറുപടിയെന്ന് ടാക്സി ഉടമകൾ പറയുന്നു. ഭൂമി തരമാറ്റമായി ഓടുന്ന ടാക്സികളാണ് ഞങ്ങൾ. 1 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് ഞങ്ങൾ ഈ വാഹനം ഓടുന്നത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ 2025 മുതൽ 6 മാസത്തെ വാഹന വാടക കുടിശ്ശികയാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കാര്യങ്ങൾ. അതായത് ഹൗസിംഗ് ലോണുള്ള ആളുകളുണ്ട്, വണ്ടി ലോണ് വാഹന വായ്പ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ മൊത്തം ഞങ്ങളുടെ അവസ്ഥ വളരെ ദുരിതത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷത്തെ കരാറടിസ്ഥാനത്തിലെടുക്കുന്ന ടാക്സികൾക്ക് 1 മാസം 35,000 രൂപയാണ് വാടക. വാടക കുടിശ്ശിക എത്രയും വേഗം കിട്ടിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം.